അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ഈ ക്ലാരിറ്റി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പോളിസീസ് എന്തുകൊണ്ടാണ് സ്ട്രിക്റ്റായി വെക്കുന്നതെന്ന് വെച്ചാൽ, ചില ആളുകൾ പരീക്ഷയുടെ തലേന്നേ പഠിക്കുള്ളൂ. ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യരങ്ങനെയാണ്. എപ്പോഴും ലാസ്റ്റ് പോയിന്റിലോട്ട് ആ പ്രൊക്രാസ്റ്റിനേഷൻ. ഇപ്പം ഞാനാണെങ്കിലും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ ലാസ്റ്റ് മൊമെന്റിലോട്ട്, ആ സാഹചര്യം അനുകൂലം അല്ലെങ്കിൽ പെട്ടുപോകും. പക്ഷേ ഈ പ്രൊക്രാസ്റ്റിനേഷൻ നമ്മളുടെ പ്രോബ്ലം തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. ഇതിനാണ് നമ്മൾ റൂൾസും റെസ്പോൺസിബിലിറ്റീസും അതിൻ്റെ പോളിസീസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിൻ്റെ ആവശ്യം എന്താണ്, ഞങ്ങളത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, പരീക്ഷ പാസ്സാവുന്നില്ല, അല്ല, അങ്ങനെയല്ല. നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾ റൈറ്റ് വേയിൽ ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട് ടീമായിട്ടുണ്ടാവുന്നത്. യെസ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് ഒരു ഫ്രേസാണ്. നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത് നമ്മളെ പ്രാക്ടീസാണ്. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് പറയാം അതിലെന്താണെന്നുള്ളത്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള രീതിയിലല്ലെങ്കിൽ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം ഇംപെർഫെക്റ്റ് ആവും. പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? കൊച്ചു വ്യത്യാസമാണ്, പക്ഷെ എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് റിസൾട്ട്സ് വരുന്നത്. അതുപോലെ തന്നെ പിള്ളേരെ നമ്മൾ അച്ചടക്കവും ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. രാവിലെ കറക്റ്റ് സമയത്ത് നിങ്ങൾ വരണം എന്ന് പറയുന്ന ആ വരുന്നതുകൊണ്ട് എന്തെങ്കിലും കിട്ടാനല്ല, ആ ടൈമിൽ വരുമ്പം എല്ലാവരും ടീം മീറ്റിംഗ് ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിനൊരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടിവേഷൻ ശരിക്കും ഇപ്പോൾ നമ്മളൊക്കെ ഫാമിലി കാണുന്നത് ഒരു 10 മിനിറ്റ് വൈകുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ശരിക്കും കണ്ണിൽ കാണുകയാണ് നമ്മൾ. ഇവർ പകച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ 10 മിനിറ്റ് കമ്പനി നിങ്ങളോട് പറയുന്നത് കൃത്യമാണ്, അല്ലെങ്കിൽ ആ 10 മിനിറ്റ് സമയത്ത് കമ്പനിയെ നോക്കാൻ ആരുണ്ട്, ഇത് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. 10 മിനിറ്റിൽ പോലും നിങ്ങൾ കൃത്യമായി നിങ്ങൾ പഞ്ച്വലായാൽ നിങ്ങളെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് കമ്പനി ഒരു പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങളെ ഷോപ്പ് ഇന്ന സമയത്ത് ഓപ്പൺ ആയിരിക്കും, 10 മിനിറ്റ് വൈകി നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, കസ്റ്റമേഴ്സ് ഇതുവഴി നമ്മളിൽ നിന്ന് നമ്മളുടെ ബ്രാൻഡിന് പേരുദോഷം വരുത്തുന്നുണ്ടോ, അത് നമ്മളെ കുട്ടിയെ എങ്ങനെ ആക്രമിക്കുന്നു ഈ 10 മിനിറ്റ് കൊണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ക്ലാരിറ്റി നൽകാൻ പറ്റാതെ നമ്മുടെ ടീമിൽപ്പെട്ട ഒരാൾക്ക് അയാളുടെ സൗകര്യത്തിന് ഒരു 10 മിനിറ്റ് ഒരു പ്രശ്നം വന്നപ്പോൾ വൈകിയപ്പോൾ അതിനെതിരെ തിരിയുന്ന ഒരു കമ്പനി ആയിട്ടാണ് ഈ മെയിൻ ആളുകൾക്ക് പോലും എഫക്ട് ചെയ്തത്. ഞാൻ അത്ഭുതപ്പെടുത്തിയത് അതാണ്. ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്ന സ്റ്റോറിയാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ കീപ്പറെ നിങ്ങൾ 10 മിനിറ്റ് വൈകിയാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ അവർക്ക് ആ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കണം. നിങ്ങൾ ആരുമല്ല എന്നുള്ളതല്ല, നിങ്ങൾ ഗോൾ കീപ്പറാണ്, നിങ്ങൾ ഡിഫൻഡറാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ അവിടെ ഷോർട്ടേജ് ഉണ്ട്. നിങ്ങൾ വരുന്നില്ലെങ്കിൽ മറ്റൊരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വെക്കണം, എന്നിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. അതെ, കളിക്കുമ്പോ അങ്ങനെയല്ലേ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? അതാണ് ഈ കളി. ഇതിങ്ങനെയാണ്, ഇത് കോമ്പറ്റീഷൻ ആണ്. അവിടെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയായിരിക്കണം. നിങ്ങൾ തലവേദനിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റൊരാളെ വെക്കണം. അപ്പോൾ തലവേദനിച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ കളിക്കാൻ കഴിയില്ല. ഇതർ നിങ്ങൾ കളിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ റീപ്ലേസ് ചെയ്തിട്ട് പോയി വിശ്രമിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇറക്കി വിശ്രമിക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട് ഇതൊരു ഫുട്ബോൾ ഗെയിമായിട്ട് ടീമിന് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രം ചിന്തിക്കൂ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ടീമിന് ഒരു ഗെയിം കളിക്കുന്നത്, നിങ്ങളൊരു ടർഫ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയാണ്, എതിരാളികളുണ്ട് അല്ലേ, കോമ്പറ്റീറ്റീവ് ആണ്. ഫുട്ബോളിലെല്ലാം ഒരു എതിരാളിയേ ഉള്ളൂ ഒരു കളിയിൽ. പക്ഷെ ഇവിടെ 100,000 എതിരാളികളോട് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം അലേർട്ടായിരിക്കണം നിങ്ങൾ. അത് നിങ്ങളുടെ ടീമിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള കാഷ്യർ ഇന്ന റോളാണ്, സെയിൽസ്മാൻ ഇന്ന പേഴ്സണാണ്, ഇന്നയാൾ ഗോൾ കീപ്പറാണ്, ഇന്നയാൾ ഡിഫൻഡറാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ കൊണ്ടുവന്നോ, നിങ്ങൾ വിശ്രമിക്കില്ല. പിന്നെ നിങ്ങൾക്ക് വിശ്രമിക്കാൻ തോന്നിയാലും, നിങ്ങളുടെ ടീമിനും വിശ്രമിക്കാൻ തോന്നിയാലും നിങ്ങൾ ചെയ്യില്ല. ആ റോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നന്നായി കളിക്കുന്ന ആളുകൾക്ക് അപ്രീസിയേഷൻ താമര കൊടുക്കണം, അല്ലാത്തവർക്ക് ഗത കൊടുക്കണം.
ഗത കൊണ്ട് ശരിയാകാത്ത ആളുകൾ ഉണ്ടാകുമ്പോൾ കരക്കിരുത്തണം, സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇറക്കണം. ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അതൊക്കെ ആ ഗെയിമിൻ്റെ ഭാഗമാണ്, ഒരിക്കലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ബിസിനസ്സിന് 2 ചിറക്. ഇന്ന് ഞങ്ങളെ മീറ്റിങ്ങിൽ വന്നൊരു വലിയൊരു കാര്യം അതായിരുന്നു. ബിസിനസ്സിന് 2 ചിറകുകളാണ്. ഒന്ന് ടീം, ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റിയുള്ള നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് നല്ലൊരു കൾച്ചറുള്ള ഒരു ടീം. നെക്സ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അഡ്മിൻ. 2 ചിറകുകളാണ്. രണ്ടും പ്രധാന ഭാഗമാണ്. ഈ 2 ഭാഗത്തെ ക്ലിയർ ചെയ്താലേ കൃത്യമായത് പറക്കൂ. അല്ലെങ്കിൽ ഒന്നിനെ സ്ട്രെങ്തായി അത് ചെയ്യും, കൃത്യമായി നമ്മളെ ലെവലിലേക്ക് എത്തില്ല. ഈ 2നെയും നമ്മൾ വളരെ അധികം ക്ലിയർ ചെയ്യണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വന്നത് എഡ്യൂക്കേഷൻ, അത് പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് പഠിക്കാൻ നമ്മളെ കൂടെ നല്ല ടീം, നല്ല ചിറകുകൾ വേണം അല്ലേ? നല്ല ടീം നമുക്ക് അത് നേരെ നമ്മൾ പറയുന്നത് നേരെ താഴേക്ക് കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ ക്ലാരിറ്റി താഴേക്ക് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ കൂടെ.